ഹലോ. ഒരുപാട് നാളായിട്ട് നമ്മൾ മേടിച്ച് വെച്ചിരുന്ന ചട്ടികളാണ് ഇതൊക്കെ. ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ, എനിക്ക് തോന്നുന്നു 3-4 മാസങ്ങളെങ്ങാണ്ടായി. എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് പുറത്തെടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ പുറത്തെടുക്കാനാണ്. അങ്ങനെ ഞാൻ ആ മേടിച്ച ചട്ടികളൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല പല സ്ഥലത്തുനിന്ന് പല പല സമയങ്ങളായിട്ട് വാങ്ങിച്ച ചട്ടികളാണ് കേട്ടോ. ഞാനാണെങ്കിൽ വെറൈറ്റി പാപ്പങ്ങളും ചട്ടികളും അതുപോലെ തന്നെ ചെടികളൊക്കെ കണ്ട് അപ്പം തന്നെ വണ്ടി നിർത്തും. ബസ്സിലൊഴിച്ച് ബാക്കി എവിടെയാണെങ്കിലും ഞാൻ അവിടെ തന്നെ വണ്ടി നിർത്തി ഇറങ്ങി കുറച്ച് നേരം നിൽക്കും. കൂടുതൽ പൈസയൊക്കെ ആണെങ്കിൽ മേടിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഒളിച്ച് നിന്നെല്ലാം കണ്ടിട്ട് വേഗം പോരും. പിന്നെ എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ പോയി മേടിക്കും. അങ്ങനെയൊക്കെയാണ്. ഈ ഷീറ്റ് ഒരു ലാഭമാണ് കേട്ടോ. 98 എണ്ണം ഒരു ഷീറ്റിൽ നടാൻ പറ്റും. നമ്മൾ നമ്മുടെ കുറേ പണി സാധനങ്ങളായിട്ട് ഒരു 1.5 ജോലിക്ക് പോവുകയാണ് ഗൈസ്. ഞാനാണെങ്കിൽ എപ്പോഴും മുഹൂർത്തം നോക്കിയിരിക്കുന്ന ആളാണ്. കുറേ നാൾ മുമ്പ് സമയം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ജോലിക്ക് ഇറങ്ങിയേക്കാളും കുറച്ച് ദിവസം മുമ്പാണ് പിന്നെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത്രയും നാൾ ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. തിന്നാ ഉറങ്ങുക അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി സമയമില്ല. 2-3 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറണം. നമുക്കാണെങ്കിൽ വളം ഉണ്ടാക്കാം. ഞാനാണെങ്കിൽ ഇത്രയും വലിയൊരു അളവിൽ വളം ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. ഈ മിശ്രിതങ്ങളെല്ലാം പല പല സമയത്ത് മേടിച്ച് വെച്ചിട്ടാണ് നമ്മുടെ ആട്ടിൻകാട്ടവും ഉണക്കച്ചാണകവും പിന്നെ കുറേ അധികം സാധനങ്ങൾ, എല്ലുപൊടി, ഒത്തിരി സാധനങ്ങളിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കാൻ പോണത്. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴെങ്കിലും എടുത്തില്ലെങ്കിൽ വളം പോലെ ഇരുന്ന് എൻ്റെ ഡേറ്റ് കഴിഞ്ഞ് അതും വെറുതെ ചീത്തയായി പോവുകയാണ്. പിന്നെ ചകിരിച്ചോറിൻ്റെ കൂടെ വേറെ എന്തോ സംഭവമൊക്കെ മിക്സ് ചെയ്തൊരു സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കാണുമ്പോൾ വളരെ പെട്ടെന്ന് തീർന്നു പോവുമെങ്കിലും വളരെയധികം നേരത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ അളവിൽ നമ്മൾ വളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളങ്ങൾ മണ്ണിലേക്ക് ഇട്ടിട്ടുണ്ട്, ചേർത്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ വളം ഉണ്ടാക്കി നമ്മൾ കുറച്ചധികം മണ്ണും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അതായത് ഈ വളത്തിൻ്റെ ഇരട്ടി മണ്ണ് വേണം. നമുക്കാണെങ്കിൽ ഇവിടെ മണ്ണില്ല. പിന്നെ മുറ്റത്തുനിന്ന് വേണം മണ്ണെടുക്കാൻ. ഈ മണ്ണിലാണെങ്കിൽ കുറേ അധികം വേസ്റ്റും പ്ലാസ്റ്റിക്കും കല്ലും അങ്ങനത്തെ കുറേ അധികം സാധനങ്ങളാണ്. പണ്ട് ഇവിടെ കിണർ കുഴിച്ചപ്പോൾ കുറേ അധികം മണ്ണുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് മണ്ണ് മാത്രമേ നമ്മളെടുത്തുള്ളൂ. ബാക്കി വെറുതെ ആൾക്കാർക്ക് കൊടുത്തു. ഇപ്പം നമുക്ക് മണ്ണില്ല. അമ്മയാണെങ്കിൽ പോയപ്പോൾ പറഞ്ഞിട്ട് പോവുകയാണ്, ഞാൻ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് കുഴിയാക്കി വെക്കരുത്. ശരിയാണ്, കുഴിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും. അതടുത്ത വലിയ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് മണ്ണില്ലാത്തേക്ക് കൊണ്ടിട്ടു. ഇതൊന്നും തികയില്ല, ഇനി ഇതിൻ്റെ ഒരുപാട് അധികം വേണം. ഇതിനകത്തുനിന്ന് മണ്ണിൽ ലയിക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പറക്കിയെടുത്ത് ബാക്കിയൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂളൊന്നും പോരാണ്ട് വേറൊരു ടൂള് കിട്ടി. ഇതാകുമ്പോൾ കുറച്ചധികം പ്രദേശത്തെ മണ്ണിങ്ങനെ വാരി ഇതിനകത്തേക്ക് ഇടാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കല്ലാണ് കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ഈ മണ്ണ് വാരി എടുക്കുന്നത് കൊണ്ടൊരു ഗുണമുണ്ട്. നമ്മുടെ കോഴികൾ ഇവിടെ അപ്പയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്തൊക്കെ കൈയിട്ട് വാരണേന് ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോഴല്ല, പണ്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും എൻ്റെ അമ്മ പറയാമായിരുന്നു, എൻ്റെ യൂണിഫോമും ഉടുപ്പൊക്കെ എപ്പോഴും അന്യായി ചെളിയായിരിക്കുന്നു. നീയൊക്കെ വലിയ കണ്ടത്തിലേക്ക് പോണേ രാവിലെ എന്ന് ചോദിച്ച് എപ്പോഴും വെച്ചുണ്ടാക്കാറുണ്ട് യൂണിഫോം കഴുകണ സമയമാകുമ്പോൾ. പക്ഷേ ഒരു കണക്കിന് നോക്ക് നല്ലതാണ്. ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉറപ്പുള്ള ആൾക്കാരുണ്ട്. പിന്നെ എന്തായാലും മേടിച്ചതല്ലേന്ന് വിചാരിച്ചാണ് ഗ്ലൗസൊക്കെ ഇട്ടേക്കണം. പിന്നെ നിങ്ങൾ കാണുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നരുതല്ലോ എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കോഴി അപ്പിയിട്ട് നാറ്റിച്ച് വെച്ചേക്കൊന്നല്ല പറഞ്ഞത്. കുറച്ചധികം ഇങ്ങനെ മണ്ണും പൊടികളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു വളം പോലത്തെ സംഭവം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണത്. 1, 2, 3 കൊട്ടക്കണക്കിന് ഞാനിങ്ങനെ വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടുണ്ട്. അധികം നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ അധികം നേരത്തെ. അങ്ങനെ ട്രിപ്പുകൾ ഞാനിങ്ങനെ കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുണ്ടാക്കിയ മിശ്രിതത്തിൻ്റെ പാതി മടങ്ങി കൂടുതൽ നമുക്ക് വേണം. ഇതാണെങ്കിൽ വളരെയധികം നേരത്തെ പണിയാണ്, കഷ്ടപ്പാടാണ്. കുറച്ചധികം കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലും നടക്കൂ എന്നൊരു സംഭവമുണ്ട്. പക്ഷേ ഇത് ഒരുമാതിരി കഷ്ടപ്പെടലേ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കോഴികൾ പിന്നെ നമ്മുടെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരെണ്ണമാണെങ്കിൽ അവർക്ക് തീറ്റ വയ്ക്കാനുള്ള പാത്രം, ഒരെണ്ണം വെള്ളം വയ്ക്കാനുള്ള പാത്രമായിരുന്നു. പിന്നെ ഒരു പുറത്താൻ കാരണം ഞാൻ 2 എണ്ണത്തിലും വെള്ളം വെച്ചു. പിന്നെ ഒരു ചെടിച്ചട്ടി വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും വെള്ളം വെച്ച് കൊടുത്തു. പക്ഷേ എന്ത് ചെയ്താൽ ഇവർ ഇതിനകത്ത് അങ്ങനെ വെള്ളം കുടിക്കില്ല. ഇവരെപ്പോഴും ടാപ്പ് തുറന്നിടുമ്പോൾ അവിടെ വന്നിരിക്കും. ചിലപ്പോൾ ഇതിങ്ങനെ ഇരുന്നിരുന്ന് വെള്ളത്തിൻ്റെ ചൂടായതുകൊണ്ടായിരിക്കാം. വേനൽക്കാലമല്ലേ. പിന്നെ നമ്മൾ കുറച്ചധികം പൊടികൾ പോലത്തെ സാധനം, പൊടികളെല്ലാം കുറച്ച് എല്ലാം അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു. എന്നിട്ട് വേണം ബാക്കി മണ്ണ് കോരിയെടുക്കാൻ. മണ്ണ് കോരിയെടുക്കുന്നതിൽ പാതി മുക്കാലും വേസ്റ്റാണ്. അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് മണ്ണിൽ കിടന്ന സംഭവങ്ങളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനിവിടെ വന്നിട്ട് 5 വർഷമായി. അതിനും മുന്നേ ഉള്ള കുറേ അധികം സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മണ്ണില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ തന്നെയുള്ളൊരു വഴി. അങ്ങനെ എല്ലായിടത്തുനിന്ന് പറഞ്ഞാൽ മുറ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞാൻ കുറച്ചധികം മണ്ണ് വാരി ഇങ്ങോട്ട് ഇടുന്നുണ്ട്. കോഴിക്കൂട്ടിലാണ് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇരിക്കേണ്ടത്. അതൊക്കെ ഒന്ന് തിക്കിയെടുത്ത് കളയണം. അതിനൊക്കെ ഒരുപാട് നേരത്തെ പണിയാണ്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ചധികം നേരത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഇങ്ങനെ മാറ്റി വെച്ചൊരു പണിയാണ്. 3-4 മാസം മുമ്പേ മാറ്റി വെച്ചൊരു പണിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്തൊന്ന് പൊടി തട്ടും, നോക്കും, വെക്കും, പൊടി തട്ടും, നോക്കും, വെക്കും. ഇങ്ങനെയാണ് ഈ കണ്ടായ സാധനങ്ങളൊക്കെ കടയിലിരുന്ന് പൊടി പിടിച്ചത് പോരാണ്ട് ഇവിടെ ഇരുന്നും കൂടിയാണ് ഇത് മൊത്തം പൊടി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നത്, ഇതിൻ്റെ പുറം ഭാഗം ഫുള്ളും. പിന്നെ നമുക്ക് കുറച്ച് കല്ല് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല മണ്ണെടുക്കണമായിരുന്നു. ഇവിടെ ആണെങ്കിൽ കുറച്ച് നല്ല കറുത്ത മണ്ണുണ്ട്. ഇവിടെ ഞാൻ ഈ ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കോഴികൾ അതിൻ്റെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല.
അവർക്കുള്ള ഫുഡ് കൊടുത്താലും അല്ലാത്ത അരി സാധനങ്ങളോ പച്ചക്കറികളോ എന്തായാലും അരിഞ്ഞ് വൃത്തിയാക്കി എന്തൊക്കെ കൊടുത്താലും അവർക്ക് തളിരില കാണുമ്പോൾ ഒരു കൊതിയാണ്. അങ്ങനെ എൻ്റെ എല്ലാ ചെടികൾക്കിടെയും മരങ്ങൾക്കിടെയൊക്കെ ഇലയൊക്കെ കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്കിടയ്ക്ക് ഇതുങ്ങളെ പിടിച്ച് ഞെക്കിപ്പിച്ച് കൊല്ലാൻ തോന്നും. പിന്നെ ഇപ്പം അതുങ്ങളെയും വളർത്തണം ഞാനാ ചെടിയും വളർത്തണം ഞാനല്ലോ നോർത്ത് ഞാനങ്ങ് ക്ഷമിക്കും. ഈ കല്ലുകളൊക്കെ വെച്ച് എന്തോരം മറ ഇങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. അത് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് ഇലയൊക്കെ കൊത്തിപ്പറിച്ച് ചിലപ്പോൾ ആ തണ്ടോടുകൂടി അല്ലെങ്കിൽ ആ വേരോടുകൂടി വലിച്ചു പറിച്ച് താഴെ ഇട്ടിട്ട് പോകും കൊത്തി. അതിന് മാത്രം ശക്തി ഉണ്ടെന്നേ അവർക്ക്. വെറുതെ അല്ല പണ്ടൊക്കെ വേറെ വീടുകളിൽ നിന്നൊക്കെ കോഴികൾ വരുമ്പോൾ ഓരോരുത്തർ കല്ലെറിഞ്ഞ് ഓടിക്കുകയോ ഒച്ചപ്പാടുണ്ടാക്കും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യണത്. അതിന് മാത്രം വലിയ കയ്യിലിരിപ്പാണ് നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളത്. ഇതിനകത്താണെങ്കിൽ ആകെ 3 പൂവൻകോഴികളുള്ളത്. അതിനകത്ത് 2 എണ്ണം എപ്പോൾ നോക്കിയാലും കൊത്താണ്. ഏതാണ്ട് പോരുപൂവന്മാരാണ് മേടിച്ചതെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. പറന്ന് ചാടിയാണ് കൊത്തണത്. അതിനകത്ത് ഒരുത്തനാണെങ്കിൽ കൊത്താനും ഒരുത്തനാണെങ്കിൽ കൊത്തുകൊള്ളാനും. മൂന്നാമത് ഒരുത്തനുണ്ട്. അവനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൻ അവൻ്റേതായ ലോകത്തിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊത്തുകൊള്ളുന്നവൻ്റെ തലയിലാണെങ്കിൽ ഒരിറ്റ സ്ഥലവുമില്ല കൊത്തുകൊള്ളാൻ. അതിന് മാത്രം കൊത്തുകൊണ്ടുകൊണ്ട് ചോരയുടെ മെനയാണ്. എന്നാലും മറ്റവൻ കൊത്തും, ഇവനാണെങ്കിൽ കൊത്തുകൊണ്ട് നിൽക്കുകയും ചെയ്യും. എന്തിനാണോ എന്തോ. ഈ ചെടികളിലൊക്കെ ഇലയുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചാടി പറിക്കാറില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചാടി ഇത് കൊത്തി തിന്നാറുണ്ട്. എന്നാലും മൊത്തം ഇലയൊന്നും തിന്നാൻ പറ്റിയിട്ടില്ല. വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കണതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ ചില സമയത്ത് നിൽക്കുന്ന സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ചുട്ട് തിന്നാൻ തോന്നും. ഈ തൂമ്പേനേക്കാളും ഒക്കെ ശക്തിയുണ്ട് അതുങ്ങൾക്ക്. അതുങ്ങൾ ചിറക് വെച്ചും അതുപോലെ തന്നെ അതുങ്ങളുടെ നഖമൊക്കെ വെച്ച് ഒരു വലിയ പ്രദേശം തന്നെ കുഴി പോലെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുന്നു. ഇത് അതുങ്ങൾക്കിടെ കോഴിക്കാട്ട് ശേഖരിക്കുന്ന ഒരു ഷീറ്റാണ്. കോഴിക്കാഷ്ടം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ് എങ്ങനെയായി ഇപ്പോൾ സാറിൽ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അത് മതി. ഈ ഷീറ്റാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുത്ത് നേരെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ. പക്ഷേ ഇത് നിറഞ്ഞ് കഴിയുമ്പോൾ അമ്മയാണെങ്കിൽ ഈ ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് ഷീറ്റ് ഉണക്കാൻ വെക്കും. അതായത് ഇങ്ങനെ നനഞ്ഞ് കഴിഞ്ഞത് വിനകേടായിട്ടിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് ഞാനത് വീണ്ടും പോയി തിരിച്ചു വയ്ക്കും, വീണ്ടും ഇതുങ്ങൾ നശിപ്പിക്കും. പിന്നെയും ഞാൻ മണ്ണ് തേടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കല്ലിൻ്റെ മെനയാണ്. കല്ലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അതും ചെറിയ കല്ലുകളൊന്നുമല്ല, മതിയായ ആന പോലത്തെ കല്ലുകൾ. പിന്നെ അവിടെ നിന്നും തോണ്ടി പറക്കി ഏകദേശം ഇച്ചിരി അധികം മണ്ണാക്കി എടുത്തിട്ടുണ്ട്. ഒരു പണി ചെയ്താൽ അത് പൂർത്തിയാക്കാതെ മറ്റു പണികളിലേക്ക് കടക്കുക എന്നത് എൻ്റെ ഹോബിയാണ്. അങ്ങനെ ഇത് ഏകദേശം കഴിഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ടാണ് അടുത്ത ജോലിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ നിറച്ച് ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി കളഞ്ഞ് ഇവർക്കുടെ കൂടുന്ന് സെറ്റാക്കി ഇടണം. പിന്നെ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കൂട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നാലാണ് കോഴികൾക്ക് ഓക്കെ ആയിരിക്കുന്നത്. ചിലപ്പോൾ എനിക്കൊന്നും അപ്പുറത്ത് ഇരുന്നാലാണ് ഓക്കെ ആയിരിക്കുന്നത്. പക്ഷേ ഫുഡ് ഇടാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട്. ഞാൻ മിക്കവാറും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും വീണ്ടും മാറ്റും. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പണികൾ ചെയ്യാൻ ഓരോ സഹായങ്ങൾ വേണം. ഓരോരുത്തരെ ഞാൻ വിളിച്ചതിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആരും ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അങ്ങനെ പിന്നെയും കുറച്ചധികം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇച്ചിരിയും കൂടി മണ്ണെടുക്കാനായിട്ട്. അതായത് മണ്ണെടുത്ത് മൊത്തം കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കത്തിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ നല്ല വളമുള്ള മണ്ണ് കിട്ടും. അങ്ങനെ ഞാൻ മണ്ണെടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാലങ്ങൾ മുമ്പുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത്. ഇപ്പം അങ്ങനെ ഇലകളൊക്കെ മാത്രമാണ് കത്തിക്കാറുള്ളൂ. എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വളക്കൂറുള്ള മണ്ണാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഒരു പണി ചെയ്യണമല്ലേ, പരിസരമൊക്കെ ഇച്ചിരി വൃത്തിയായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് എല്ലാം കൂടി നല്ലപോലെ വൃത്തിയാക്കി നല്ലപോലെ വെളുപ്പിച്ചിടാനുള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണാണ്. കാരണം മണ്ണൊട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. ഒട്ടും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മുടെ മണ്ണെടുക്കുന്ന അവസാനത്തെ സ്ഥലം. ഇനി ഇവിടുത്തെ എപ്പോഴും എടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.